നമ്മുടെ ആനവണ്ടി, നമ്മളൊക്കെ ചെറുപ്പത്തിൽ ആനവണ്ടി എന്ന് പറയാം. ഇപ്പോഴും ആനയുടെ ഫോട്ടോ അവിടെ ഉണ്ട്. ആനവണ്ടി രക്ഷപ്പെടുന്നില്ല. ആനവണ്ടി ഓടുന്നത് തന്നെ ജനങ്ങൾക്കുള്ള നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, ക്ഷേമത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയണത്. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ നമ്മളത് മുഖവിലേക്ക് എടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് നമ്മുടെ ആനവണ്ടിയിൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യം നമ്മുടെ ബഹുമാനപ്പെട്ട നല്ലൊരു മന്ത്രി തന്നെയാണ് ഗണേഷ് കുമാർ ഉണ്ടാക്കണം. അതാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ ഈ നമ്മുടെ ഇതുപോലെയുള്ള ഗവൺമെൻറ് ബസ്സിൽ സ്ത്രീകൾക്ക് ഫ്രീ ആണ്. അതുപോലെ തന്നെ ഡൽഹിയിൽ ഫ്രീ ആണ്. അതേപോലെ തന്നെ ഇത്രയും നഷ്ടം നമ്മുടെ ആനവണ്ടിക്ക് നടക്കുകയല്ലേ. അപ്പോൾ പിന്നെ ഈ സ്ത്രീകൾ കയറിയിട്ടുള്ളൊരു നഷ്ടം കൂടി അങ്ങോട്ട് സഹിക്കുക. എന്തായാലും ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇത് നടത്തുന്നതെന്നല്ല പറയുന്നത്. ഓരോ ദിവസം ലക്ഷങ്ങളും കോടികളാണ് നഷ്ടം. പക്ഷെ അതൊന്നല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ KSRTCയിൽ കഴിഞ്ഞ ഒരു രാത്രിയിലുണ്ടായ ഒരു വിഷയമാണ്. ഒരു കണ്ടക്ടർ ഒരു സ്ത്രീനെ റോട്ടിലിറക്കി വിട്ടു. ടിക്കറ്റ് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി ഗൂഗിൾ പേ ചെയ്യാൻ നിന്നപ്പോൾ ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഈ പെൺകുട്ടി ആഴ്ച മാസ്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ കണ്ടിട്ട് പറഞ്ഞു, ഇങ്ങനെ കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് എപ്പോൾ തന്നെ ഇവിടെ ഇറങ്ങിക്കുമെന്ന് പറഞ്ഞിട്ട് ബെല്ലടിച്ച് വണ്ടി അവിടെ നിർത്തി. അപ്പോൾ പറഞ്ഞു, ആ സ്ത്രീ പറഞ്ഞു, 2 സ്റ്റോപ്പിനും കഴിഞ്ഞ് എൻ്റെ വീടായി, നിങ്ങൾ ഒരു 8 രൂപ വരെ, ഒരു 18 രൂപ 8 രൂപ വരെ ഒരു ടിക്കറ്റാണ് എടുത്തോക്കണത്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾക്ക് ഞാൻ തരണ്ട് എന്ന് പറഞ്ഞു. കണ്ടിട്ട് പറഞ്ഞു, നടക്കില്ല, നിങ്ങളിവിടെ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞ് രാത്രിയിൽ ഒരു ഹോസ്പിറ്റലിലെ സ്റ്റാഫാണ്. അങ്ങനെ ആ രാത്രിയിൽ ഒരു വഴിയിൽ ഇറക്കി വിടണം ഈ സ്ത്രീനെ. അപ്പോൾ ആ ഇറക്കി വിട്ട സ്ഥലത്ത് ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആരാണ് ഉത്തരവാദി? എന്താവും പിന്നെ പിറ്റേ ദിവസത്തെ ഇവിടെ സമരം, ബഹളം, പ്രതിപക്ഷത്തിൻ്റെ കല്ലേറ്, പിക്കറ്റിങ്, ഇതൊക്കെ നടക്കില്ലേ? ആ സ്ത്രീയുടെ ജീവിതം പോവില്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ KSRTCയിലത്തെ കണ്ടക്ടർമാരും ഡ്രൈവർമാരും ആദ്യം ഒന്ന് കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആൾക്കാർ ബസ് സ്റ്റോപ്പിൽ നിൽക്കണമെങ്കിൽ അവിടെ വണ്ടി നിർത്തുക, അവിടെയുള്ള ആൾക്കാരെ കയറ്റുക. പ്രൈവറ്റ് ബസ്സിനെ സഹായിക്കാൻ വേണ്ടി ഒരൊറ്റ സ്റ്റോപ്പിൽ നിന്ന് ആൾക്കാരെ എടുക്കാണ്ട് ഒരൊറ്റ പോക്കാ പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് KSRTC നഷ്ടത്തിലാവാണ്ടിരിക്കുക? ആനവണ്ടി എന്നും നഷ്ടത്തിലാവും. പക്ഷേ ഈ കണ്ടക്ടർ ചെയ്തത് മഹാചെറ്റത്തരാണ്, തെണ്ടിത്തരാണ്. ഇത്രയും നല്ലൊരു ഗണേഷ് കുമാറിനെ ടാറടിച്ച് കണക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ സ്ഥാപനത്തിലെ ജോലിക്കാർ ചെയ്യുന്നത്. ഇവർക്കൊക്കെ യൂണിയൻ ഉണ്ട്, അവർക്ക് എന്ത് അഹങ്കാരം ചെയ്യാം, ഇവരിൽ കയറുന്ന ജനങ്ങളോട് എന്തും അസഭ്യം പറയാം, എന്തും അവർക്ക് പ്രവർത്തിക്കാം. ഒന്നുമില്ലെങ്കിലും ഒരു 8 രൂപ 18 രൂപ പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ പെൺകുട്ടീനെ ആ സ്റ്റോപ്പിൽ കൊണ്ട് ഇറക്കാമല്ലോ. അത് ചെയ്തില്ലല്ലോ. അപ്പോൾ അതാണ് നമ്മൾക്ക് വേണ്ടിയിട്ട് ഓടുന്ന, കോടികൾ നഷ്ടം വരുന്ന, നമ്മുടെ നികുതി പണം എടുത്തിട്ട് ചെയ്യുന്ന ഒരു വണ്ടിയിൽ ഇങ്ങനെ ഒരു സുരക്ഷയില്ലാത്ത രീതിയിൽ എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെച്ച് ആ പെൺകുട്ടീനെ ഇറക്കി വിടുക. ഇത് ന്യായമായുള്ള കാര്യമാണോ? വെറുതെ അല്ല. ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥർ കാരണമാണ് ഇപ്പോൾ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് ഒരു ഗവൺമെൻറ്. ഇനിയിപ്പോൾ നിയമസഭ തെരഞ്ഞെടുപ്പ് വരാൻ പോകണം, ഒരു 5-6 മാസമുള്ളൂ. അതിനേക്കുള്ള കോപ്പ് കൂട്ടലാണ് ഇപ്പോൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്, ഓരോ വകുപ്പിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവർ തന്നെയാണ് ആ വകുപ്പിനെ നാറ്റിക്കുന്നത്. അല്ലാണ്ട് ആ വകുപ്പിൻ്റെ മന്ത്രിമാരല്ല എന്നാണ് എനിക്ക് വിശ്വാസം. അപ്പോൾ നമുക്ക് ആ പെൺകുട്ടിയുടെ കണ്ണീരിൽ കുതിർന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതൊന്ന് നമുക്കൊന്ന് കാണാം. രൂപ 18 അത് 100 ആയാലും അടയ്ക്കാൻ തയ്യാറാണ്. പക്ഷെ 18 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇറക്കി വിട്ടത് അത് നന്ദികേടാണ് കാണിച്ചത്. കാരണം അപ്പുറത്ത് കാരക്കോണമാണ്, കാരക്കോണം കഴിഞ്ഞ അടുത്ത് വരുന്നത് തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ ഫ്രീ ആയിട്ട് സ്ത്രീകൾക്ക് ബസ് വരെ വിട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ പരിഗണിക്കാതെ അവർ 18 രൂപയ്ക്ക് വേണ്ടി ആ കണ്ടക്ടർ കാണിച്ചത് തീരെ മോശമാണ്. അപ്പോൾ അത് കേട്ടില്ലേ? ഇതാണ് സ്ഥിതി, കേരളത്തിലെ സ്ഥിതി ഇതാണ്. ആ പെൺകുട്ടീനെ പറയുന്നുണ്ട്, 2-4 സ്റ്റോപ്പ് കൂടിയും കടന്നു കഴിഞ്ഞാൽ അത് പിന്നെ തമിഴ്നാടായി. തമിഴ്നാട്ടിൽ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് സഞ്ചരിക്കാം. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള സ്ഥിതി ഇങ്ങനെ. എന്തായാലും നമുക്ക് അതൊക്കെ KSRTC ഒക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, നല്ല രീതിയിൽ പോട്ടെ.
എന്തായാലും പെൻഷൻ കിട്ടുന്നവർക്ക് പെൻഷനൊന്നും കിട്ടുന്നില്ല, ശമ്പളം കിട്ടുന്നവർക്ക് ഇപ്പോൾ അത്യാവശ്യം ഭംഗിയായി നടക്കുന്നത് ഇപ്പോൾ ഈ ഒരു മന്ത്രി വന്ന കാരണം. ഇനിയിപ്പോൾ ഈ മന്ദിരം എത്തിക്ക് നിങ്ങൾ അവിടെയുള്ള സ്റ്റാഫുകൾ തന്നെ ചളി വാരി അറിയില്ല. ഇത്രയും എനിക്ക് പറയാനുള്ളൂ.